ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കമാവുന്നത്. ഈ ഗവേണൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ക്ഷീരമേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കി ക്ഷീരസംഘങ്ങൾക്കായി തയ്യാറാക്കിയ ക്ഷീരശ്രീ എന്ന വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പോർട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത്. വിവരസാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തി സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിക്കുന്നതിന് ഇതിനകം തന്നെ സർക്കാർ തലത്തിൽ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ക്ഷീരവികസന വകുപ്പിൻ്റെ നിർവഹണം നിലവിൽ പൂർണ്ണമായും ഓൺലൈനായാണ് നടത്തിവരുന്നത്. ക്ഷീര കർഷകർക്ക് മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടർ മുഖേനയോ സമീപത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ ക്ഷീരവികസന വകുപ്പിൻ്റെ സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഇതിനൊക്കെ പുറമെയാണ് ഇത്തരമൊരു പുതിയ സംവിധാനം കൂടി നിലവിൽ വരുന്നത്. കർഷകർ നൽകുന്ന പാലിൻ്റെ അളവ്, ഗുണനിലവാരം ഇതിനനുസൃതമായി കൃത്യമായ വില നൽകുന്നതിന് ഈ പുതിയ ക്ഷീരശ്രീ പോർട്ടൽ സഹായകരമാകും. ക്ഷീരസംഘങ്ങളുടെ കാലിത്തീറ്റ വാങ്ങൽ, വിൽപ്പന, മറ്റ് അക്കൗണ്ടിങ്ങുകൾ എല്ലാം ഇനി മുതൽ ഇതിൻ്റെ ഭാഗമായി മാറും. അതേപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കൽ മുതൽ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായ തുക എത്തൽ വരെ എല്ലാ നടപടികളും ഈ ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയാണ് നടപ്പിലാക്കുക. ഇപ്പോൾ ക്ഷീരവികസന വകുപ്പിൻ്റെ അഭിമാന പദ്ധതികളായ ക്ഷീരഗ്രാമം, മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് പദ്ധതി, ഉൾകൃഷി വികസന പദ്ധതി, ഇതെല്ലാം ഇനി മുതൽ ഈ ക്ഷീരശ്രീയിലൂടെയാണ് നടപ്പിലാക്കുക. കേരളത്തിൻ്റെ ക്ഷീരമേഖലയ്ക്ക് ഗുണകരമായ ധാരാളം ഇടപെടലുകൾ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വിവരസാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ പ്രയോഗത്തിലൂടെ ക്ഷീരവൃത്തി ആയാസരഹിതമാക്കുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിലുതകുന്ന സ്മാർട്ട് ഡയറി പോലുള്ള നൂതന പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകി വരുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായി നമ്മുടെ ക്ഷീരമേഖലയുടെ മുഖം തന്നെ മാറിയിരിക്കുകയാണ്. 2-3 പശുക്കളെ വളർത്തി ഉപജീവനം നടത്തി വരുന്ന നാമമാത്ര ചെറുകിട ക്ഷീര കർഷകർക്കൊപ്പം വ്യാവസായിക അടിസ്ഥാനത്തിൽ പശുക്കളെ വളർത്തുന്ന വലിയ ഫാമുകൾ ഇപ്പോൾ കേരളത്തിൽ ധാരാളമുണ്ട്. ക്ഷീരോത്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനായി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരമൊരു മാറ്റം ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. 2021 LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മൃഗസംരക്ഷണ മേഖലയെ മുന്നിൽ കണ്ടുകൊണ്ട് 22 പരിപാടികളാണ് മുന്നോട്ട് വെച്ചത്. അവയിലേറെയും ക്ഷീരോത്പാദന മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളവയായിരുന്നു. പ്രതിദിന ക്ഷീരോത്പാദന ക്ഷമത വർദ്ധിപ്പിച്ചും ധനസഹായം നൽകി ക്ഷീരസംഘങ്ങളെ ശക്തിപ്പെടുത്തിയും വെറ്ററിനറി സേവനങ്ങൾ എല്ലായിടങ്ങളിലും
ലഭ്യമാക്കിയും കാലിത്തീറ്റ ലഭ്യത ഉറപ്പുവരുത്തിയുമൊക്കെ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയാണ്. ഇത്തരം ഇടപെടലുകളുടെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തെ പാലുൽപാദനം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സ്വയം പര്യാപ്തതയുടെ വക്കിലെത്തി നാം നിൽക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 25 ലക്ഷം മെട്രിക് ടൺ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് മഹത്തായ സംഭാവനയാണ് ക്ഷീരമേഖല നൽകുന്നത്. സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന മിൽമയുടെ കീഴിലുള്ള 3500ഓളം വരുന്ന ക്ഷീരസഹകരണ സംഘങ്ങളുടെ സാന്നിധ്യമാണ് ഇതിനാധാരം. നമ്മുടെ ക്ഷീരസഹകരണ മേഖലയുടെ ഉന്നമനത്തിൽ മിൽമ വഹിച്ചു പോരുന്ന പങ്കിനെക്കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതില്ല. ക്ഷീരമേഖലയുടെ നട്ടലായി പ്രവർത്തിക്കുന്നവയാണ് നമ്മുടെ ക്ഷീരസഹകരണ സംഘങ്ങൾ. ഇവയിലൂടെയാണ് ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ ദൈനംദിന ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നറിയിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ക്ഷീരശ്രീ പോർട്ടലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ